ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കുറ്റിപ്പുറത്തുള്ള സൗദാമ്മാൻ്റെ അടുത്താണുള്ളത്. ഇവിടെ ചെറിയൊരു വിശേഷമൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെ വന്നതാണ്. അവർക്ക് ചെറിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചെവിൻ്റെ പുറകിലൊരു മുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ സൗദാമ്മ ഡെപ്സിൻ്റെ കൂടെ വലിയൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് പറയാനുള്ളത്. ഏതായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ലേ. ഇപ്പോഴെൻ്റെ ചെവിയിലൊരു മുഴയായിരുന്നു മോനെ, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഓ ശരി, ഇതാണല്ലേ ഈ സൈഡിൽ? ഈ സൈഡ്. ഓ ശരി, ഓക്കെ. കണ്ട് ഇച്ചിരി കുറവുണ്ട് അല്ലേ? ഇപ്പോഴും കുറവുണ്ട്, എന്നാലും 10-20 ദിവസം റെസ്റ്റ് വേണം. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. ഓ ശരി. ഞാൻ ചെയ്യുന്ന ദുആയ്ക്കും ഞാൻ എടുക്കുന്ന ഇതിലും എന്നെ അല്ലാഹു ഏത് വിധത്തിലും കാത്തുതൊട്ട് രക്ഷിക്കുന്നുണ്ട്. ഞാൻ അതിൽ വിജയിച്ച് വരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സ് വയസ്സായിട്ടില്ല, ഞാൻ വയസ്സായ തള്ളയാണ്. അതുകൊണ്ട് അള്ളാഹനെ വിചാരിച്ചിട്ട് നിങ്ങൾ നയിക്കുന്നവരും നയിക്കാത്തവരും കുടുംബത്തിൽ നിന്ന് നേരം വെളുക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരും നമ്മൾ ഒരു ചാൻ വയറ്റിന് വേണ്ടി വളരെ ദുഃഖപ്പെടുന്നു. മക്കളെ, ഒരു കാരണവശാലും നിങ്ങളൊരു തെറ്റിൽ പോയി ചാടാനുള്ള വഴി നിങ്ങൾക്ക് അള്ളാഹു വെക്കാണ്ടിരിക്കട്ടെ. സാരികായ മക്കളായിട്ട് നിങ്ങളെല്ലാവരും വളരണം. ഇനിയൊരു വിശേഷം കൂടി ചോദിക്കട്ടെ. അന്ന് പിന്നെ ഒരു ഡെപ്സിന്റെ കൂടെ ഒരു ആൽബം ഒക്കെ ചെയ്തു പറഞ്ഞല്ലോ, അപ്പൊ എന്താണ് ഞാൻ ആൽബം ഇറങ്ങുക? അത് 5-ാം തീയതി ഇറങ്ങും. ഡെപ്സിന്റെ ഭയങ്കര സുഹൃത്താണ് അല്ലേ? അതെ. ഉമ്മാനെ പോലെ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവനെ കണ്ടതാണ്, അങ്ങനെ ഒരു ഈ ഇതിൽ അഭിനയിച്ചു, അതിലൊക്കെ ഞങ്ങൾ കര കയറിയിട്ടുണ്ട്. ഇനി അള്ളാഹു അതേപോലെ അവൻ്റെ മനസ്സും ആ എടുത്ത ഫേസ്ബുക്കിലും അള്ളാഹു അവന് എല്ലാ കാര്യത്തിനും വിജയം കൊടുക്കാനായിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുവിധം കാര്യങ്ങൾ അവനാണ് ഇപ്പം നോക്കി വരുന്നത്. ഇലയിൽ നജീബ് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ കാത്തു തൊട്ട് രക്ഷിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് മറ്റിടത്തു നിന്ന് കൈകാട്ടാൻ പോകാനുള്ള കഴിവൊന്നും എനിക്കില്ല കേട്ടോ. ഡെപ്സിന്റെ പുതിയ പാട്ടിലൊക്കെ ഉണ്ട് അല്ലേ? എല്ലാ പാട്ടുകളിലും അതുപോലെ വരികളൊക്കെ അതിലുണ്ട്. വെളുക്കുമ്പം കുള്ളിക്കുവാൻ പോകുന്ന വഴിവെക്കം വേലിക്കൽ നിന്നവനെ കൊച്ചി കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, അതൊക്കെ അവന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുതിയ വേർഷൻ വരുന്നുണ്ട്. ഞാൻ ഉമ്മയായിട്ട് വല്യമ്മയായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ് എന്നെ കാണാനായിട്ട്, വല്യമ്മനെ കാണാൻ വരികയാണ്. അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ അതിനാണ് പിന്നെ എനിക്ക് അത്രയാണ് വലിയ ഇഷ്ടം. അപ്പോൾ അവൻ അത്രയും കൊണ്ട് വന്നതാണ് എന്നെ കാണാൻ. അപ്പോൾ ഡാപ്സിന്റെ ആൽബം എന്താണ് റിലീസ്? 5-ാം തീയതി. 5-ാം തീയതി റിലീസാണ് അല്ലേ? അതെ. അപ്പോൾ അതിന്റെ പേര് പറയാൻ പറ്റുമോ? പേര് ഞങ്ങൾ റിലീസായതിനു ശേഷം പുറത്തേക്ക് കൊടുക്കുള്ളൂ. 5-ാം തീയതി പറയാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, പേര് പറയണ്ട. അപ്പോൾ ആൽബത്തിനും എല്ലാത്തിനും എല്ലാവിധ ആശംസകളും. അതുപോലെ നമ്മളെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ, ഇനി ഒരുപാട് നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടട്ടെ, ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ അപ്പോൾ എല്ലാവരോടും ഇത് പറഞ്ഞു. അടുത്ത പ്രാവശ്യം കാണുമ്പോഴും ഇതേപോലെ ആയുസ്സിനെ നീട്ടി തരാൻ ദുആ ചെയ്യും. ആമീൻ.